നമ്മളിൽ പല ആൾക്കാരും ഒരു അധ്യാപക ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവരായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഡിഗ്രി എടുത്തിട്ടുണ്ടാവും, BEd പാസ്സായിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ ഈ ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകളായ കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HST, HSST, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ, ഇതിലോട്ടൊക്കെ എത്തുമ്പോൾ നമ്മൾ കാലിടറി വീട് പോകുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും ഇത് ആഗ്രഹം എന്നതിലുപരി നമ്മളൊരു ലക്ഷ്യമായിട്ട് എടുക്കാൻ നമ്മൾ പലപ്പോഴും നമുക്ക് ഫെയിലിയറായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമുക്കൊരു നല്ല ഗൈഡിനെ വേണ്ടത്. ആ ഗൈഡിനെ തേടി ചെല്ലുന്നത് നമ്മൾ ഒരുപാട് കോച്ചിങ് സെന്ററുകളിലായിരിക്കും. ഇങ്ങനെ കോച്ചിങ് സെന്ററുകളിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താണ്? ഓരോ കോച്ചിങ് സെന്ററിനും ഓരോ പ്രത്യേകതയാണ്. അവർ ഒരുപാട് എക്സാമുകൾ, ഒരുപാട് ജോലി മേഖലകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നവരായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് അധ്യാപക ജോലിയാണ്, അല്ലെ? അപ്പോൾ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സെന്ററാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു സെന്ററാണ് കോഴിക്കോടുള്ള നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എൻവയോൺമെന്റ് തന്നെയാണ്. ഞാനിവിടെ ഫിസിക്കൽ സയൻസ് HST കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം തന്നെയാണ്. നമ്മൾ ഭാവിയിൽ അധ്യാപകരാവേണ്ടവരാണല്ലേ? അപ്പോൾ നമുക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധം, അതിന്റെ പ്രാധാന്യം നമുക്ക് ഒരുപാട് അറിയുന്നുണ്ടാവും. അതായത് അധ്യാപകരിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ക്ലാസ്സിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ മോട്ടിവേറ്റ് ആവുന്നത്. അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൂടിയാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കാറുള്ള ഫിസിക്കൽ സയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടുള്ള ആത്മാർത്ഥത നമുക്ക് തികച്ചും കൂടെ കാണാൻ വേണ്ടി സാധിക്കും. കേവലം ക്ലാസ് എടുത്ത് വീട്ടിൽ പോവാന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ഓരോ വിദ്യാർത്ഥിനെ കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. പിന്നെ പറയാനുള്ളത് നമുക്ക് തരുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നല്ല മെറ്റീരിയൽസ് ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ചേരുവകളും നമുക്ക് ഈ ടീച്ചേഴ്സ് അക്കാദമിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ടീച്ചേഴ്സ് അക്കാദമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൂടിയാണ്. ഇന്ന് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ്, അത് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നതും നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. സോ അവരിൽ നിന്നും അവരുടെ അനുഭവങ്ങളും അവർ കടന്നു വന്നിരിക്കുന്ന ഓരോരോ എക്സ്പീരിയൻസും അവരുടെ പാത്തും ഒക്കെയാണ് അവർ ആ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ അവര് എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് അവർ കടന്നു വന്നിരിക്കുന്ന ആ ഒരു സെയിം പാത്തിലൂടെ ഒക്കെ തന്നെയാണ് നമ്മളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹൈലി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള ഒരു വേദി കൂടെ ഇവിടെ ടീച്ചേഴ്സ് അക്കാദമി ഒരുക്കി തരുന്നുണ്ട്. ഒരു ലോങ് ടേം എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ച് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള ക്ലാസ് സംഘടിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഏതൊരു കോച്ചിങ് സെന്ററിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ്. അതും ടീച്ചേഴ്സ് അക്കാദമി നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു.